ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ UPSC എക്സാമിന് ചോദിച്ച ഫംഗസിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ അത് എന്തായാലും കുറച്ച് പേർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കാണുമെന്നറിയാം. അപ്പോൾ ആ ഭാഗം എന്താണെന്നുള്ളതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഫംഗസുകൾ നമ്മൾ പൂപ്പലുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുത്താറുണ്ട്. ശവോപജീവികൾ, അതേപോലെ മൃതാവശിഷ്ടങ്ങളെ മുകളിൽ നിന്ന് വിഘടിപ്പിച്ച് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നത് കൊണ്ട് സാപ്രോഫൈറ്റുകൾ എന്നൊക്കെ പറയും അല്ലേ. അപ്പം ഈ ഫംഗസുകളെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, വർഗീകരണം, ആ ഭാഗത്തുനിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ഫംഗസുകളെ പ്രധാനമായിട്ടും 4 ഗ്രൂപ്പായിട്ടാണ് വർഗീകരിക്കുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ഫൈക്കോമൈസെറ്റ്സ് എന്ന് പറയും. അപ്പോൾ മലയാളത്തിലാക്കി പറയുമ്പം ഫൈക്കോമൈസെറ്റുകൾ എന്നാണ് അതിന് പറയാം. രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ പേരാണ് ആസ്കോമൈസെറ്റ്സ് എന്ന് പറയും, ആസ്കോമൈസെറ്റുകൾ. മൂന്നാമത്തത് ബെസീഡിയോമൈസെറ്റുകൾ എന്നാണ് ഗ്രൂപ്പിന് പറയുക. നാലാമത്തെ ഗ്രൂപ്പിൻ്റെ പേര് ഡ്യൂട്ടിറോമൈസെറ്റ്സ് എന്നറിയപ്പെടുന്ന നാലാമത്തെ ഗ്രൂപ്പ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിൻ്റെയും സവിശേഷതകളും കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കി തന്നെയാണ് വർഗീകരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ഗ്രൂപ്പിൻ്റെ പേരൊന്ന് ഓർമ്മിക്കുക ഇപ്പോൾ ഈ വീഡിയോയിൽ. അതേപോലെ തന്നെ ആ ഗ്രൂപ്പിൽ വരുന്ന പ്രധാനപ്പെട്ട ഫംഗസിൻ്റെ പേരൊന്ന് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, ഫൈക്കോമൈസെറ്റുകൾ എന്ന് പറയുന്ന ഒന്നാമത്തെ ഗ്രൂപ്പിലാണ് നമ്മൾ റൈസോപ്പസ് എന്ന് പറയുന്ന ഫംഗസ് വരുന്നത്. റൈസോപ്പസിനെ പരിചയം ഉണ്ടാവുമല്ലോ അല്ലേ. റൈസോപ്പസിനെയാണ് നമ്മൾ ബ്രെഡിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന പൂപ്പൽ, റൊട്ടിപ്പൂപ്പൽ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് നമ്മൾ റൈസോപ്പസ്. അത് വരുന്ന ഗ്രൂപ്പാണ് ഫൈക്കോമൈസെറ്റുകൾ. പിന്നെയുള്ള എക്സാമ്പിളാണ് മ്യൂക്കർ. അടുത്ത ഫംഗസിൻ്റെ പേര് മ്യൂക്കർ. പിന്നെ മറ്റൊരെണ്ണമാണ് ആൽബുഗോനെ കുറച്ച് പ്രാധാന്യത്തിൽ ഓർമ്മിച്ച് വെക്കുക. കാരണം ആൽബുഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുക് ചെടീൻ്റെ മുകളിലൊക്കെ പരാതമായിട്ട് വളരുന്ന ഫംഗസാണ് ആൽബുഗോ. ഓക്കെ, അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള എക്സാമ്പിൾ കിട്ടിയില്ലേ. അടുത്ത രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ പേരാണ് ഏതൊക്കെ? അടുത്ത ഗ്രൂപ്പാണ് ആസ്കോമൈസെറ്റുകൾ. ആസ്കോമൈസെറ്റിൽ വരുന്ന എക്സാമ്പിളാണ് ഈസ്റ്റിനെ പരിചയം ഉണ്ടാവല്ലോ അല്ലേ. ഏകകോശമായിട്ടുള്ള ഫംഗസാണ് ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഈസ്റ്റ് കഴിഞ്ഞാൽ അടുത്തത് പെനിസിലിയം. ഇതാണ് നമ്മൾ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. പെനിസിലിയം ഏത് ഗ്രൂപ്പിൽ വരുന്നു? അപ്പോൾ ആ പെനിസിലിയം വരുന്ന വിഭാഗം അല്ലേ ഏതാ താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോമൈസെറ്റുകൾ ഗ്രൂപ്പിൽ വരുന്ന ഏതാണെന്നല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടായത്. പെനിസിലിയം വരുന്ന ഗ്രൂപ്പാണ് ആസ്കോമൈസെറ്റുകൾ. ഓക്കെ, അപ്പം മനസ്സിലായില്ലേ. പെനിസിലിയം ഫേമസ് ആണ്. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള പെനിസിലിൻ കണ്ടുപിടിച്ചത് പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസ് എന്നാണ്. അപ്പോൾ ആ പെനിസിലിയം വരുന്ന ഗ്രൂപ്പാണ് ആസ്കോമൈസെറ്റ്സ്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ ആസ്പെർജിലസ്. ഈ പേരൊക്കെ ചിലപ്പോൾ നമ്മൾ ഫംഗസിൻ്റെ പേരിങ്ങനെ പഠിച്ചു വെക്കുന്ന സമയത്ത് കേട്ട് പരിചയമുള്ള ആൾക്കാരുണ്ടാവും. ആസ്പെർജിലസ് എന്ന് പറയുന്ന ഫംഗസ് ഈ ഗ്രൂപ്പിലാണ് വരിക. പിന്നെ ക്ലാവിസെപ്സ്, അടുത്ത ആളെ പേരാണ് ക്ലാവിസെപ്സ്. പിന്നെ ന്യൂറോസ്പോറ. ഈ ന്യൂറോസ്പോറേനെയും പറ്റുവാണെങ്കിൽ ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ പറയും ജൈവിക, അതേപോലെ ജനിതക പഠനങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിച്ച ഫംഗസ് ആണ് ശരിക്കും ഏത്? ന്യൂറോസ്പോറ. അപ്പോൾ നമ്മളെ ബയോകെമിക്കൽ ജനറ്റിക് സ്റ്റഡിയൊക്കെ ഉണ്ട്, അതിനൊക്കെ വേണ്ടി ഉപയോഗിച്ച ഫംഗസ് ആണ് ന്യൂറോസ്പോറ. പിന്നെ അടുത്ത 2 പേര് നോക്കുകയാണെങ്കിൽ മൊറൽസ് എന്നാണ് വായിക്കേണ്ടത്. അതേപോലെ ട്രഫിൾസ്. ഇത് രണ്ടും എഡിബിൾ ആണ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന 2 ഫംഗസിൻ്റെ പേരാണ് മൊറൽസും ട്രഫിൾസും. ഓക്കെ, ഇത് വരുന്ന ഗ്രൂപ്പും ആസ്കോമൈസെറ്റ്സ്. ഇനി അടുത്ത ഗ്രൂപ്പ് എന്താ? ബെസീഡിയോമൈസെറ്റ്സിലാണ് നമുക്ക് പരിചയമുള്ള ആൾ വരുന്നത് മഷ്റൂം എന്ന് പറഞ്ഞാൽ കൂണാണ്, കുമിൾ എന്ന് പറയാറുണ്ട്. നമ്മൾ അഗാരിക്കസ് എന്നൊക്കെ പറയുന്ന മഷ്റൂമില്ലേ, അത് വരുന്ന ഗ്രൂപ്പാണ് ബെസീഡിയോമൈസെറ്റ്സ്. ഇനി അടുത്തത് ബ്രാക്കറ്റ് ഫംഗസുകൾ എന്ന് പറയും. അപ്പം നമ്മൾ മഷ്റൂം കൂണിൻ്റെ തന്നെ മരത്തിൻ്റെ മുകളിലൊക്കെ വളരുന്ന നമ്മളൊരു ബ്രാക്കറ്റ് പോലത്തെ ഷേപ്പിൽ കാണുന്ന ഒരു ഫംഗസാണ്. കൂണിൻ്റെ തന്നെ പോലെ തോന്നുന്ന വേറൊരെണ്ണം ബ്രാക്കറ്റ് ഇട്ടതുപോലത്തെ ഷേപ്പിലുണ്ടാവും. പിന്നെ പഫ് ബോൾ എന്ന് പറഞ്ഞാൽ വെള്ള നിറത്തിൽ വളരെ കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ട് തോന്നുന്ന കുഞ്ഞു കുഞ്ഞു വെള്ള ഫംഗസുകൾ ഈ മഷ്റൂം പോലത്തതുണ്ട്, അതാണ് പഫ് ബോളുകൾ. പിന്നെയാണ് അസ്റ്റിലാഗോ. ആ പേരൊന്ന് ആലോചിച്ച് വെക്കുക. അസ്റ്റിലാഗോ അറിയപ്പെടുന്നത് സ്മട്ട് എന്നാണ്, സ്മട്ട്. അടുത്തത് പക്സീനിയൻ്റെ പേര് റസ്റ്റ് എന്നാണ്, റസ്റ്റ്. ഓക്കെ, അപ്പോൾ അസ്റ്റിലാഗോ സ്മട്ട് എന്നറിയപ്പെടും, പക്സീനിയ റസ്റ്റ് എന്നറിയപ്പെടും. ഇതൊക്കെ ബെസീഡിയോമൈസെറ്റ്സ് ഗ്രൂപ്പിൽ വരുന്ന എക്സാമ്പിളാണ്. ഇനി ലാസ്റ്റ് ഗ്രൂപ്പ് നോക്കിയേ, ഡ്യൂട്ടിറോമൈസെറ്റ്സ്. ഇതാണ് ലാസ്റ്റ് ഗ്രൂപ്പ് അല്ലേ. ഡ്യൂട്ടിറോമൈസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ നമ്മളൊട്ടും പരിചയമില്ലാത്ത 3 എക്സാമ്പിൾ ആലോചിച്ച് വെക്കേണ്ടി വരും. ആൾട്ടർനേറിയ ഒരു എക്സാമ്പിളാണ്. അടുത്തത് കോളിറ്റോട്രിക്കം. നെക്സ്റ്റ് ട്രൈക്കോഡെർമ. ഇത്രയും 3 പേരാണ് ഈ ഗ്രൂപ്പിൽ വരിക. ഇനി ഇതിനെപ്പറ്റി ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിറോമൈസെറ്റ്സ് എന്ന് പറയുന്ന ഈ ഫംഗസിൻ്റെ ഈ ഗ്രൂപ്പിനെ നമ്മൾ
അപൂർണ ഫംഗസുകൾ എന്ന് പറയാറുണ്ട്. ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഫംഗസുകൾ എന്ന് പറയും. അപ്പോൾ എന്തായാലും ഇംപെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു കുഴപ്പം അവർക്കുണ്ടല്ലേ. അപ്പോൾ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, ഈ ഫംഗസുകളിൽ ലൈംഗിക പ്രത്യുൽപാദന രീതി ഈ ഗ്രൂപ്പിൽ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവർ പ്രത്യുൽപാദനം നടത്തുന്നത് കായികം, അതേപോലെ അലൈംഗികം അല്ലെ, അസെക്ഷൽ ആയിട്ടുള്ള മെത്തേഡിലൊക്കെയാണ്. ലൈംഗിക പ്രത്യുൽപാദനം അഥവാ സെക്ഷൽ മെത്തേഡിൽ കൂടെയുള്ള പ്രത്യുൽപാദനം ഈ ഗ്രൂപ്പുകളിൽ കണ്ടുപിടിക്കാത്തത് കൊണ്ടാണ്, വെച്ചാൽ നിലവിൽ ഇതുവരെ അതിലില്ല, കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അപൂർണ ഫംഗസുകൾ അഥവാ ഇംപെർഫെക്റ്റ് ഫഞ്ചെ എന്ന് ഈ ഗ്രൂപ്പിന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് സാക്ക് ഫംഗെ എന്നാണ്. സാക്ക്, SAK, സാക്ക് ഫംഗെ. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ 4 ഗ്രൂപ്പിൻ്റെ ഇംഗ്ലീഷിൽ ബ്രാക്കറ്റിൽ എഴുതിയ പേരൊന്ന് നോക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഏത് ഇംഗ്ലീഷ് പേര് വായിക്കുന്ന സമയത്താണ് സാക്ക് ഫംഗെ എന്ന് പറയുന്ന മാച്ച് ആവുന്നത്. ഫൈക്കോ എന്ന് പറയുമ്പോഴാണോ, ആസ്കോ ആണോ, ബെസീഡിയോ ആണോ, ഡ്യൂട്ടീറോ ആണോ, ഇതിലിഷ്ടമുള്ള ഏത് ആ വാക്ക് ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ സാക്ക് എന്ന് വായിക്കാൻ പറ്റും. ആ സാക്ക് ഫംഗെ എന്നറിയപ്പെടുന്നത് ഏത് വിഭാഗമാണ് എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ ഒന്ന് ശ്രദ്ധിക്കാം, ഈ 4 ഗ്രൂപ്പിൻ്റെയും പേരിൽ പരിചയമുള്ള, നമ്മൾ പറഞ്ഞും പരിചയപ്പെട്ടിട്ടുള്ള കുറച്ച് പേരുകളെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പേരൊന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതൊരു +1 ലെവലിൽ ബോട്ടണി ഭാഗത്ത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലാണ് ഇങ്ങനെ ഫംഗസിൻ്റെ ഗ്രൂപ്പും എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ യൂസ്ഫുൾ ആയി കാണും, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.